ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മിനി ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാനിത് അപ്ലോഡ് ചെയ്യണോ വേണ്ടേന്ന് ഓർത്തു, ബട്ട് എടുത്തതല്ലേന്ന് ഓർത്തിട്ട് അപ്ലോഡ് ചെയ്യാണ്. സോ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി മൂവിക്ക് പോയി. റൈഫിൾ ക്ലബ്ബാണ് മൂവി കണ്ടത്. അടിപൊളി മൂവിയാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇത്ര എൻജോയ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. കുറേ കൂവിയൊക്കെ വിളിച്ചു. അടിപൊളി മാസ് പടം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ, എൻ്റെ ബർത്ത്ഡേ ആണ് Jan 6th. ഈ വീഡിയോ Jan 6th കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ബർത്ത്ഡേ വ്ലോഗ് വരും. സോ അപ്പം ഞങ്ങൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ മാൾ ഓഫ് ട്രാവൻകൂർ പോയി. എപ്പോഴും ലുലുവിലല്ലേ പോകണം. അപ്പോൾ മാൾ ഓഫ് ട്രാവൻകൂറിൽ പോകാമെന്ന് ഓർത്തു. പക്ഷെ അതൊരു ബാഡ് ഐഡിയ ആയിരുന്നു. അധികം കളക്ഷന് ഷോപ്സൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത്. ആൻഡ് ഓൾസോ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ ഡ്രസ്സിൽ. ബട്ട് എനിക്ക് പെട്ടെന്ന് ഇത് എടുത്തിട്ട് വീട്ടിൽ പോകണമായിരുന്നു. വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുക്കുകയാണ് ചെയ്തത്. ആൻഡ് അപ്പം നമ്മൾക്കൊരു ക്രിസ്മസ് ആ ഒരു ടൈമിലാണ് പോയത്. പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ബിക്കോസ് എനിക്ക് എക്സാം ആയിരുന്നു. എക്സാം കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയതേ ഉള്ളൂ. ഇനി അടുത്തത് 2 months പോലും ഇല്ല, ഇനി ഫൈനൽ എക്സാമാണ്. അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ആദ്യം ഫസ്റ്റ് സ്റ്റുഡിയോന്ന് ട്രൈ ചെയ്തു. എന്നിട്ട് മാക്സിൽ പോയി, ട്രെൻഡ്സിൽ പോയി, അവിടെയുള്ള ഒരുവിധം എല്ലാ ഷോപ്സിലും ഞാൻ പോയി. എന്നിട്ട് എനിക്ക് ഒരു ഇത് തോന്നിയില്ല. സോ ഇപ്പം ഞാൻ നേരത്തെ ഇട്ട് കാണിച്ചതിൽ ഞാൻ ട്രയൽ ചെയ്തിട്ടുള്ള ഡ്രസ്സിൽ നിന്ന് 2 ഡ്രസ്സ് നമ്മളെടുത്തു. അതിലൊന്നാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്, ഒന്നമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ആൻഡ് ദെൻ ഇപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഉടുപ്പാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മാൾ ഓഫ് ട്രാവൻകൂറിനോട് ബൈ പറഞ്ഞിറങ്ങി. ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രസ്സ് എടുത്തു. കാരണം വലിയ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുക്കണമെന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ അധികം ആരും എടുക്കാത്ത നോക്കിയാണ് എടുത്തത്. ബിക്കോസ് ഞാൻ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ട് അത്ര നന്നായിട്ട് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല പ്ലാൻ. എനിക്ക് നല്ല ടെൻഷനും എക്സാംസും, മെയിനായിട്ട് എക്സാംസിൻ്റെ ഒരു ടെൻഷനൊക്കെ തലയിലുള്ളതുകൊണ്ടും ക്ലാസ്സും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും എൻ്റെ ബർത്ത്ഡേ വന്നിട്ടൊരു മൺഡേ ആയതുകൊണ്ടും ഒന്നും എനിക്ക് അത്ര ഇതാക്കാൻ പറ്റിയില്ല. ബട്ട് എനിവേ, എന്നിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഒരു ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് അതിൻ്റെ വിഷൻ ബോർഡ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിഷൻ ബോർഡ് ക്യാൻവയിൽ ചെയ്തിട്ട് അതിങ്ങനെ ആ ഫ്രെയിമിനകത്താക്കിയിട്ട് ഇങ്ങനെ ചുമരിൽ വെക്കുക എന്നുള്ളൊരു ഐഡിയയിൽ അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നൈറ്റ് ഞങ്ങൾ വീണ്ടും ഇറങ്ങി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി ആക്ച്വലി. പക്ഷേ ഞാൻ അത് ഷൂട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഡ്രസ്സ് മാറിയിട്ടാണ് ഇത് വീണ്ടും പോണത്. വീണ്ടും നമ്മൾ നേരെ പോയത് സംസമിലോട്ടാണ്, ട്രിവാൻഡ്രത്തുള്ള സംസമിൽ അൽഫാം ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അൽഫാമല്ല, ഞങ്ങൾക്ക് അൽഫാം കഴിക്കാൻ ഒരു കൊതി. അപ്പോൾ നമ്മൾ ഓർത്തു എങ്കിൽ സംസമിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ സംസമിലോട്ട് പോയി. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ലോങ് വീഡിയോ ആയിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ കട്ട് ചെയ്തേനെ. പക്ഷേ ഈ വീഡിയോ ജസ്റ്റ് 5 minutes ഉള്ളൂ. സോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അപ്പം കാർ നമുക്ക് അവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല, അഫ്കോഴ്സ്. അപ്പോൾ ഞങ്ങൾ ദൂരെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോയിട്ട് ഇത് മെനു നോക്കുന്നതാണ്. നമ്മൾ അൽഫാമാണ് ഓൾറെഡി ഓർഡർ ചെയ്യണത്, നേരത്തെ അറിയാം. എന്നാലും നമ്മൾ മെനു നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ അൽഫാമൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുനാഫ വാങ്ങിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒരു കുനാഫ ട്രൈ ചെയ്തത് അട്ടർ ഫ്ലോപ്പായിരുന്നു. ഭയങ്കര മധുരമായിരുന്നു, കഴിക്കാൻ പറ്റിയില്ല. ബട്ട് ഇത് അടിപൊളിയായിരുന്നു, കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ അവനിങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എനിക്ക് കാര്യമായിട്ട് കഴിക്കാറില്ല, അത് വേറെ കാര്യം. എന്തായാലും ഞാനപ്പോൾ അവനിങ്ങനെ മുറിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. അതിൻ്റെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന് വീണ്ടും തിരിച്ച് പോയിട്ട് നൈറ്റ് തന്നെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. എനിക്ക് കുറച്ച് ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും കാര്യമായിട്ട് ഷൂട്ട് ചെയ്തില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് ആ സമയത്ത് തന്നെ 10 മണി എന്തോ ആയി നൈറ്റ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അൺനോൺ പാഴ്സൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കി. എനിക്കത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിലെന്താണ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലുണ്ടാകും. സോ വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് to like, share and subscribe to my channel. I know it's a very small video, but yeah.